നല്ല ശുദ്ധമായ പശുവിൻ പാൽ, നല്ല കട്ടിയുള്ളത്, നല്ല പ്രോട്ടീൻ ഉള്ളത്. ഇത് പശുവിൽ നിന്ന് ഇതുപോലെയുള്ള പശുക്കളിൽ നിന്നും കറന്നെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെയുള്ള പാല് ലഭിക്കുന്ന ഒരു ഇടമുണ്ട് ദുബായിലെ കാറ്റിൽ മാർക്കറ്റ് കിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയയോട് ചേർന്നുള്ളതാണ്. അവിടുത്തെ കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദുബായിലെ കാറ്റിൽ മാർക്കറ്റ്. ഇത് ഗേറ്റ് നമ്പർ 3. ഇങ്ങനെ 3 ഗേറ്റുകളുണ്ട് കാറ്റിൽ മാർക്കറ്റിലേക്ക് നമുക്ക് വരാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് ഇനി നമ്മൾ അത്ഭുതങ്ങൾ കാണാൻ പോകുന്നത്. നമുക്ക് നേരിട്ട് ജീവനുള്ള കോഴികൾ, അതുപോലെ തന്നെ ആട്, പശു എന്ത് വേണമെങ്കിലും മേടിക്കാം, മാംസമാക്കിയിട്ട് കൊണ്ടുപോകാം. അതുമല്ലെങ്കിൽ നമുക്ക് വണ്ടിയിൽ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാം. ഇത് അധികം ആളുകൾക്കൊന്നും അറിയാത്തൊരിടമാണ്. ഏതായാലും അതിനകത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ദുബായിലെ കാറ്റിൽ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക്. കാറ്റിൽ മാർക്കറ്റിലെ കാഴ്ചകൾ തുടങ്ങുകയാണ്. ഈ കാണുന്നതൊക്കെ കാളകളും പശുക്കളുമാണ്. ഇതിങ്ങനെ നീണ്ടു നിരന്ന് കിടക്കുകയാണ്. പല ഷോപ്പുകളിലായിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഷോപ്പുകൾ എന്ന് പറയുമ്പോൾ പലതായിട്ട് ഇങ്ങനെ തരം തിരിച്ചിട്ടുണ്ട്. ഓരോ ഷോപ്പിനും ഓരോ നമ്പറുകളുണ്ട്. അതിങ്ങനെ ചുറ്റിക്കിടക്കുകയാണ്. കാളകളും പശുക്കളും പല രാജ്യങ്ങളിൽ നിന്നും ഉള്ളതുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയിലെ മിക്ക രാജ്യങ്ങളിൽ നിന്നുമുള്ളത്, മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളത് കാളകളും പശുക്കളും ഒക്കെ ഉണ്ട്. ഇനി മറുഭാഗത്താണ് നമ്മൾ കാണാൻ പോകുന്നത് ആടുകൾ. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ഏതാണ്ട് 100-150ഓളം ഷോപ്പുകളുണ്ട് ആടുകൾക്ക് മാത്രമായിട്ട്. ഇത് ഷുമാലി ആടുകളാണ്. ഇതുപോലെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആടുകൾ ഇവിടെ ഉണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇന്ത്യൻ ആടുകളെ പോലെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ആടുകളെ പോലെയോ അത്രയും കോസ്റ്റ്ലി അല്ല. ഏതാണ്ട് ഒരു 500 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആടുകൾ ലഭിക്കും. ഒരു ശരാശരി വലുപ്പമുള്ള ആടുകൾ. പക്ഷെ നമ്മുടെ പാകിസ്ഥാൻ ആടിന്റെ പോലെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ആടിന്റെ അത്രയും തന്നെ മാംസത്തിന് രുചിയില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ആടുകളാണെങ്കിലും പാകിസ്ഥാൻ ആടുകളാണെങ്കിലും ഇതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 1000 ദിർഹംസും അതിന് മുകളിലും അതിന് കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ കാണുന്നത് പോലെ ലൈറ്റുകളും ഫാനുകളും ഒക്കെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ചൂട് കൂടുതലുള്ള സമയത്ത് ഇവർക്ക് തണുപ്പ് വേണം, അത്രയും ചൂട് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഫാൻ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി ലൈറ്റ് എല്ലാം ചിലപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ തണുപ്പ് സീസണാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള തണുപ്പായിരിക്കും, കൊടും തണുപ്പായിരിക്കും. അപ്പോൾ ആ സമയത്തും ഇവയൊക്കെ സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇത് ഷുമാലി ആടുകളാണ്. നമുക്ക് മറ്റ് കൂടുതൽ ആടുകളെല്ലാം കാണാം. കാറ്റിൽ മാർക്കറ്റിൽ വരുന്ന ആളുകൾ ഈ ബോർഡ് ശ്രദ്ധിക്കണം. അതായത് കൃത്യമായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ മൃഗങ്ങൾക്കിടയിലേക്ക് അല്ലെങ്കിൽ കന്നുകാലികൾക്കിടയിലേക്ക് ഒരു വിധത്തിലുള്ള വേസ്റ്റ് മാലിന്യങ്ങളും വലിച്ചെറിയാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ വെള്ളം കൊണ്ടുവരുന്നുണ്ടാവും, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കവർ നമ്മുടെ കയ്യിലെല്ലാം ഉണ്ടാകും. അതൊന്നും ഈ ആടുകൾക്കോ അല്ലെങ്കിൽ കന്നുകാലികൾക്കോ ഒന്നും കൊടുക്കാൻ പാടില്ല. അതില്ലെങ്കിൽ അവയുടെ കൂട്ടിലേക്ക് എറിയരുതെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കും. ഏറ്റവും ചുരുങ്ങിയത് 500 ദിർഹമാണ് അവർക്ക് പിഴ ലഭിക്കുന്നത്. നമ്മളിതിലിങ്ങനെ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമുക്ക് ഇതിന്റെ വശങ്ങളിൽ കാണാം. ഇതൊക്കെ ഓരോ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആടുകളാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും, അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം ആടുകൾ വരുന്ന സ്ഥലങ്ങളിലൊന്ന് കാശ്മീരാണ്. ആടുകൾക്ക് മാത്രമായിട്ട് ഏതാണ്ട് 100-ലധികം ഷോപ്പുകളുണ്ട്. അതിൽ ഏറ്റവും അധികമുള്ളത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമൊക്കെയുള്ള ആടുകളാണ്. സൊമാലിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുമുള്ള ആടുകളാണ്. അതോടൊപ്പം തന്നെ മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ആടുകളുണ്ട്. ചെമ്മരിയാടുകളുണ്ട്. സാധാരണ നമ്മൾ കാണുന്നത് പോലുള്ള ആടുകൾ മാത്രമല്ല, ചെമ്മരിയാടുകളുമുണ്ട്. ഇത് കൂടുതൽ പ്രധാനമായിട്ടും മാംസത്തിന് വേണ്ടിയിട്ടാണ് ഇവയൊക്കെ തന്നെ വളർത്തുന്നത്. ആടുകളുടെ കാര്യത്തിലാണെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞൊരു കാര്യം, 500 ദിർഹത്തിന് നമ്മളിപ്പോൾ ഒരു ഷുമാലി ആട് മേടിച്ചു കഴിഞ്ഞാൽ ആ ആടിനെ തന്നെ അറുത്ത് മാംസമാക്കി തരാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അതിന് നമ്മൾ ഏതാണ്ടൊരു 50 ദിർഹമാണ് കൊടുക്കേണ്ടത്. 50 ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായി അതിനെ ക്ലീൻ ചെയ്ത് മാംസമാക്കി നമുക്കത് കൊണ്ടുപോകാവുന്ന വിധത്തിൽ തരും. കാറ്റിൽ മാർക്കറ്റിലെ ഏറ്റവും വലിയ കച്ചവടം മൊത്ത വ്യാപാരമാണ്. പ്രത്യേകിച്ച് റമദാൻ സീസൺ ആവുന്ന സമയത്തോ അതും അല്ലെങ്കിൽ പെരുന്നാളിന്റെ സമയത്തൊക്കെയാണ് വലിയ കച്ചവടം നടക്കുക. ഇത് പാകിസ്ഥാനിൽ നിന്നുമുള്ള കാളകളാണ്. പാകിസ്ഥാൻ കാളകൾ ഏതാണ്ട് കാഴ്ചയിൽ നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള കാളകളെ പോലെ തന്നെ തോന്നും. അല്പം വലുപ്പം കൂടുതലുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും അധികം മാർക്കറ്റിൽ വിപണിയിൽ മൂല്യമുള്ള കാളകളിൽ ഒന്നാണ് പാകിസ്ഥാൻ കാളകൾ.
ഇനി അപ്പുറത്ത് നമ്മൾ കാണുന്നത് ആഫ്രിക്കയിൽ നിന്നുമുള്ള കാളകളാണ്. ആഫ്രിക്കൻ കാളകളുടെ ഒരു പ്രത്യേകത ഈ കാണുന്നത് പോലെ തന്നെ ഉയരം കുറവാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുമുള്ള കാളകളുടെ പോലെ അല്ലെങ്കിൽ കന്നുകാലികളെ പോലെ അത്രയും വലുപ്പമില്ല ഇവയ്ക്ക്. കൊമ്പിനും നീളം കുറവുണ്ട്. നാടൻ കോഴികളുണ്ട്. കാറ്റിൽ മാർക്കറ്റിലൂടെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും നടക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ മുറ്റത്തൊക്കെ കോഴികൾ, പറമ്പിലൂടെയൊക്കെ കോഴികൾ നടക്കുന്നത് പോലെയാണ് ഇവിടെ കോഴികൾ നടക്കുന്നത്. ഏതാണ്ട് നമുക്ക് നാട്ടിൽ കാണുന്നത് പോലെ തന്നെ പൂവൻപിട കോഴികളൊക്കെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള കോഴികൾ. ആട്, പശു, കന്നുകാലി ഇതൊന്നും മാത്രമല്ലാതെ നമുക്ക് ഇവയുടെയൊക്കെ വളം ഇവിടെ ലഭിക്കും. നമ്മളെല്ലാവരും വീടുകളിലും ബാൽക്കണിയിലും ഒക്കെ ചെടികൾ വളർത്തുന്നവരാണ് പ്രവാസികൾ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കൃത്യമായിട്ടുള്ള ചാണകം നമുക്ക് ലഭിക്കും. ഇതാണ് ഇപ്പോൾ നമ്മൾ ചാണകം മേടിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് 5 ദിർഹമാണ് കൊടുക്കേണ്ടത്. 5 ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ അവരിതുപോലെ തന്നെ ചാക്കിലാക്കി നമുക്ക് ചാണകം തരും. പലയിടത്തുനിന്നും നമ്മൾ വാങ്ങുമ്പോൾ പറ്റിക്കപ്പെടാനിടയുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, വളരെ കൃത്യമായ ഏറ്റവും നല്ലത്. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പശുവിനെ കറക്കുമ്പോൾ നേരിട്ട് തന്നെ പാല് മേടിക്കാം. പക്ഷെ ഞാനിപ്പോൾ എത്തിയത് ഏതാണ്ട് ഒരു ഉച്ചയോട് കൂടിയിട്ടുള്ള സമയമാണ്. അപ്പോൾ പശുവിനെ ഇപ്പോൾ കറക്കുന്ന സമയമല്ല, ഇനി വൈകുന്നേരമാണ് ഉള്ളത്, 3 മണിക്ക് ശേഷം. ഏതായാലും നമുക്ക് ഇതുപോലെ പാല്, രാവിലെ കറന്നിട്ടുള്ള പാല് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ബോട്ടിൽ പാല്. നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പാല് നമുക്ക് മേടിക്കാം. 10 ദിർഹമാണ് ഇതിന്റെ വില. 10 ദിർഹം മാത്രമേ ഉള്ളൂ. നല്ല കട്ടിയുള്ള പാലാണ്. നല്ല കടയിൽ നിന്ന് മേടിക്കുന്നത് പോലെയൊന്നുമല്ല. ഇത്രയും വലിയ ഒരു ബോട്ടിലിന് 10 ദിർഹം മാത്രമേ ഉള്ളൂ. നല്ല ഫ്രഷ് ആയിട്ടുള്ള പാലാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് പോലെയല്ല. നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് നല്ല കട്ടിയുള്ള പാലാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഏറ്റവും ശുദ്ധമായിട്ടുള്ള പാല് ഇവിടെ വന്ന് നമുക്ക് നേരിട്ട് വന്ന് വാങ്ങിപ്പോ. ഫ്രഷ് ആയിട്ടുള്ള കോഴിമുട്ട, നല്ല നാടൻ കോഴിമുട്ട, അതേപോലെ തന്നെ പാല്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള പാല്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നെയ്യും കിട്ടും, നല്ല തരിതരിയായിട്ടുള്ള നെയ്യും കിട്ടും. കന്നുകാലികളുടെ കച്ചവടം പോലെ തന്നെ ഏറ്റവും തകൃതിയായി നടക്കുന്ന ഈ കാണുന്ന കാഴ്ച ഇതുണ്ട്. ഇതൊക്കെ വളമാണ്, ചാണകപ്പൊടിയാണ് പ്രധാനമായിട്ടും ഇവിടെയുള്ള മറ്റൊരു കച്ചവടം. പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കണ്ടെയ്നറുകളിലാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചാക്കുകളിലാക്കി വെച്ചിട്ടുണ്ട്. ജൈവവളമാക്കി മാറ്റിയിട്ടുണ്ട്. ചാണകപ്പൊടി മാത്രമല്ല, ജൈവവളമാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് കാറ്റിൽ മാർക്കറ്റിനോട് ചേർന്നുള്ള അറവുശാലയാണ്. നമ്മൾ വലിയ മൃഗങ്ങളെയോ അല്ലെങ്കിൽ കന്നുകാലി അല്ലെങ്കിൽ ആടിനെയൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് അതിനെ കശാപ്പ് ചെയ്ത് മാംസമാക്കി നമുക്ക് തരുന്നത്. ദുബായ് മുനിസിപ്പാലിറ്റിക്ക് കീഴിലാണ് ഈ കാറ്റിൽ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. കന്നുകാലികൾക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള അവരുടെ ആവാസ വ്യവസ്ഥ ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ ഓരോ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വളർത്തുന്നത്. മറ്റൊന്നും, ഇവിടെ ആളുകൾക്ക് വരാം, ഇവിടേക്ക് പ്രവേശിക്കാൻ പ്രത്യേകിച്ച് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട. കുടുംബങ്ങൾക്ക്, കുട്ടികൾക്കൊക്കെ ഒപ്പം എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ വരാം. കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിൽ ആയതുകൊണ്ട് പശുവിനെയും കാളകളെയും അല്ലെങ്കിൽ ആടിനെയും ഒന്നും കാണാൻ കഴിയുന്നുണ്ടാവില്ല. ഇവിടെ വന്ന് അവയൊക്കെ കാണാം, തൊട്ട് തലോടുകയൊക്കെ ചെയ്യാം. പക്ഷേ അവയെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെയോ വൈകുന്നേരമോ വരുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ആ സമയത്താണ് നല്ല കാലാവസ്ഥ ഉണ്ടാകുക. ഉച്ച സമയത്ത് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നല്ല പൊള്ളുന്ന വെയിലായിരിക്കും. ദുബായ് കിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ 2 അതിനോട് ചേർന്നാണ് കാറ്റിൽ മാർക്കറ്റ് ഉള്ളത്. രാവിലെയും വൈകുന്നേരവും ഇവിടെ വരുന്നതായിരിക്കും ഏറ്റവും ഉചിതം.